പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 1-ാം വചനം കാണിച്ചു തരികയാണ്. കർത്താവ് ഏലിയായോട് പറഞ്ഞു, നീ ആഹാബിൻ്റെ മുമ്പിൽ ചെല്ലുക, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. പ്രിയ സഹോദരങ്ങളെ, ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ഭരിച്ചിരുന്ന ആഹാബ് രാജാവിനെ നേരെ നോക്കിയിട്ട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യില്ല എന്ന് വരും കൊല്ലങ്ങളിൽ. എന്നതുപോലെ തന്നെ സംഭവിച്ചു. കഠിന വരൾച്ച അവിടെ സംഭവിച്ചു. കഠിന വരൾച്ച, അവർക്കൊന്നും കിട്ടാത്തൊരവസ്ഥ. ആഹാബിൻ്റെ ഭാര്യ വിജാതീയ രാജാവിൻ്റെ മകൾ ജസബൽ മുഖാന്തരമാണ് ഇതെല്ലാം സംഭവിച്ചത്. അവളാണ് ഈ തിന്മയ്ക്ക് കാരണക്കാരി. കാരണം അവൾക്ക് മുഖാന്തരമാണ് അവിടെ ബാലിൻ്റെ ക്ഷേത്രവും അക്ഷരപ്രതിഷ്ഠയൊക്കെ ഉണ്ടാക്കി തിന്മയാലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആഹാബ് അതിന് വഴങ്ങി, അവൻ്റെ ഭാര്യയായതുകൊണ്ട്. അവൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. ആ ഒരു ക്ഷാമം വന്നപ്പോൾ ആഹാബ് പൊറുതുമുട്ടി. തൻ്റെ കാര്യസ്ഥനെ വിളിച്ചിട്ട് ആളുകളെ പറഞ്ഞയച്ചു, ഏലിയ പ്രവാചകനെ. ഏലിയ എവിടെയാണ്? അവനെ വിളിച്ച് ആ ശാപത്തിൽ മോചനം നമുക്ക് കിട്ടണം. അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു. പക്ഷേ ആരും കണ്ടില്ല. അവസാനം കാര്യസ്ഥനായ ഉപാധ്യായെ വിളിച്ചിട്ട് ആഹാബ് പറയുകയാണ്, നമുക്ക് 2 വഴിക്ക് തിരിയാം. നമ്മുടെ കുതിരകളും കോവർക്കഴുകളെല്ലാം വെള്ളം കിട്ടാതെ അവർ ചത്തുപോകും. അതിന് മുന്നേ നമുക്ക് അരുവികൾ കണ്ടെത്താം, വെള്ളമുള്ള അരുവികൾ കണ്ടെത്താം. അതിനായിട്ട് 2 വശത്തേക്ക് അവർ തിരിഞ്ഞു. ഉപാധ്യ പോകുന്ന വഴി ഏലിയായെ കണ്ടു. ഏലിയ അപ്പോൾ ആ സമയത്ത് കർത്താവ് പറഞ്ഞതനുസരിച്ച് ആഹാബിനെ കാണുവാൻ വേണ്ടിയിട്ട് വരികയാണ്. അവിടെ ക്ഷാമം കഠിനമാണ്, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കണം, അവർ നശിച്ചു പോകരുത്, അവരെൻ്റെ ജനമാണ്, നീ ചെല്ലുക, അവിടെ മഴ പെയ്യിപ്പിക്കുക. അതനുസരിച്ച് അവൻ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപാധ്യ ഇവനെ കാണുന്നത്. കണ്ടു. ഉപാധ്യ പറഞ്ഞു, പ്രഭു, താണു ഉണങ്ങിക്കൊണ്ട് പറഞ്ഞു, പ്രഭു അങ്ങ് തന്നെയല്ലേ ഏലിയ? അതെ, ഞാൻ തന്നെ. പ്രഭു, അവിടെ ആകെ വരൾച്ചയാണ്. അങ്ങേയും കൊണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ, ഈ ഉപാധ്യായ എന്ന് പറയുന്ന കാര്യസ്ഥൻ ദൈവഭക്തനായിരുന്നു, കർത്താവിൻ്റെ ഭക്തനായിരുന്നു. അപ്പോൾ അവൻ കാര്യങ്ങളെല്ലാം അവനെ ഏലിയയുടെ സൈഡാണ്. അപ്പം അങ്ങേയും കൊണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അങ്ങയെ കൊല്ലും. എനിക്ക് ഭയമാകുന്നു. അങ്ങ് കണ്ടതായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏലിയ പറഞ്ഞു, എന്തൊക്കെയായാലും ഞാനിന്ന് ആഹാബിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ ആ വിവരം നേരെ ഉപാധ്യായി ചെന്നിട്ട് ആഹാബിനോട് പറഞ്ഞു, ഏലിയ ഇന്ന സ്ഥലത്തുണ്ട്, ചെന്നാൽ കാണാം. അങ്ങനെ ഉപാധ്യായം കൂട്ട് ആഹാബ് രാജാവ് ഏലിയയെ വന്ന് കാണുകയാണ്. നീ തന്നെയോ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ? ഏലിയ പറഞ്ഞു, ഞാനല്ല, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളാണ്. യഥാർത്ഥ ദൈവത്തിനെതിരായിട്ട് നിന്നുകൊണ്ട്, ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ബാലിന് ബലികൾ അർപ്പിക്കുന്നു, അക്ഷര പ്രതിഷ്ഠയ്ക്ക് ബലികൾ അർപ്പിക്കുന്നു, തിന്മകൾ ചെയ്തു കൂട്ടുന്നു. നിങ്ങളാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ ഏലിയ പ്രവാചകൻ, ഈ ക്ഷാമം മാറ്റിത്തരാൻ എന്നെ കർത്താവ് അയച്ചിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്യിക്കും. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടുക, കാർമൽ മലയിലേക്ക് വിളിച്ചു കൂട്ടുക. നീ ബാലിൻ്റെ പ്രവാചകന്മാരെയും അക്ഷരപ്രതിഷ്ഠയുടെ പ്രവാചകന്മാരെയും, ഏകദേശം അവർ 850 പ്രവാചകന്മാരുണ്ടായിരുന്നു, ഈ തിന്മ ചെയ്യുന്ന പ്രവാചകന്മാർ, ബാലിൻ്റെ പ്രവാചകന്മാരും അക്ഷരപ്രതിഷ്ഠ പ്രവാചകന്മാരും.
അവരെയും വിളിച്ച് കൂട്ടിക്കൊണ്ടുവരിക. നാളെ അവിടെ ഒരു അത്ഭുതം നടക്കും. ദൈവം അത് കാണിച്ചു തരും നിങ്ങളെ. ആ അത്ഭുതത്തിലൂടെ ഇസ്രായേൽ ജനം തിരിച്ചു വരും. കൂടെ ഒരു 2 കാളക്കുട്ടിയെയും എടുക്കുക. അവർക്ക് ബലിപീഠമുണ്ടാക്കാനായിട്ട് അതിനുള്ള വിറകും കാര്യങ്ങളും എല്ലാം ശേഖരിക്കുക. അതനുസരിച്ച് കാർമൽ മലയുടെ അടുത്തേക്ക് പോയി. ഏലിയാ പ്രവാചകൻ പറഞ്ഞനുസരിച്ച് ബാലിൻ്റെ പ്രവാചകന്മാരും അക്ഷരപ്രതിഷ്ഠ നടത്തുന്ന പ്രവാചകന്മാരും അവരൊന്നിച്ച് ബലിയർപ്പിക്കുവാനായിട്ട് ഏലിയാ പ്രവാചകൻ അവരോട് ആജ്ഞാപിക്കുകയാണ്. നിങ്ങളുടെ ദൈവത്തെ, ഈ കാളയെ ബലിവസ്തുവായി വെച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. മഴ ആരുടെ പ്രാർത്ഥന ദൈവം എന്ന് കേൾക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആര് പ്രാർത്ഥിക്കുന്നുവോ ദൈവം അഗ്നിയേച്ച് ഇവിടെ ബലിവസ്തു ദഹിപ്പിച്ചു കളയുന്ന ദൈവം, ആ ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുന്നുവോ അതാണ് യഥാർത്ഥ ദൈവം. ഇസ്രായേൽ ജനം ഒന്നാകെ സമ്മതിച്ചു. ആരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ദൈവം അഗ്നിയേച്ച് ഈ ബലിവസ്തു ദഹിപ്പിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകൻ. ഇവിടെ ആരും ഈ ബലിവസ്തുവിന് തീ കൊളുത്താൻ പാടില്ല. പറഞ്ഞതനുസരിച്ച് ബാലിൻ്റെയും അക്ഷരപ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരെ അവർ ബലിപീഠം തയ്യാറാക്കി, അവരെ വിറകുകളടക്കി, അവരെ കാളക്കുട്ടിയെ കഷ്ണമാക്കി ബലിപീഠത്തിന് മുകളിൽ വെച്ചു. അവരെ പ്രഭാതം മുതലേ അവരെ റൗണ്ട് ചെയ്തുകൊണ്ട് ആ പ്രവാചകന്മാരെ ആർത്തട്ടസഹിച്ചുകൊണ്ട് അവരുടെ ദൈവത്തെ വിളിച്ചു. അക്ഷരപ്രതിഷ്ഠ നടത്തുന്നത് പ്രവാചകന്മാരും ബാലിൻ്റെ പ്രവാചകന്മാരും ബാലിനെയും അക്ഷരപ്രതിഷ്ഠയെയും വിളിച്ചിട്ട് അവരെ കുന്തം വാൾ വെച്ചിട്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവരിങ്ങനെ ഉറഞ്ഞു തുള്ളി അതിന് റൗണ്ട് ചെയ്തുകൊണ്ട് ആ ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് അവർ വാളുകൊണ്ടും കുന്തം കൊണ്ടും അവരുടെ ശരീരത്തിലൊക്കെ പോറലുകൾ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് അവർ ആർത്തട്ടഹസിച്ചിങ്ങനെ ബാൽദേവ 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 അക്ഷരപ്രതിഷ്ഠ മഴ പെയ്യൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഏകദേശം ഉച്ചയായി. മഴയില്ല, അനക്കമില്ല, അനങ്ങണില്ല, ഒന്നും മഞ്ഞില്ല, അഗ്നിയോ ഒന്നും ഇറങ്ങുന്നില്ല. ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങണം. യഥാർത്ഥ ദൈവത്തിൻ്റെ ആ ഒരു അരുളപ്പാട് പ്രവാചകനിലൂടെ ഉണ്ടായതാണ്. അവിടെ ഒന്നും സംഭവിച്ചില്ല. ഏലിയാ പ്രവാചകൻ ചോദിച്ചു, എന്തേ അനങ്ങാത്തത്? നിങ്ങളുടെ ദേവന്മാർക്ക് ശക്തിയില്ലേ? ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയാ പ്രവാചകൻ ആഹാബ് രാജാവും ഇസ്രായേൽ ജനവും എല്ലാം ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കാണുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സകല ജനങ്ങളുണ്ട്, ഇസ്രായേൽ ജനങ്ങൾ. ലാസ്റ്റ് ഏലിയാ പ്രവാചകൻ പറഞ്ഞു, നിർത്തൂ. അത് കഴിഞ്ഞിട്ട് ഏലിയാ പ്രവാചകൻ ജനങ്ങളെ ഒന്നും കൂടി അടുത്തേക്ക് വിളിച്ചു കൂട്ടി. എന്നിട്ട് ഏലിയാ പ്രവാചകൻ വിറകുകളെല്ലാം ശേഖരിച്ച് ഒരു ബലിപീഠം ഉണ്ടാക്കുകയാണ്. ഇസ്രായേലിൻ്റെയും യാക്കോബിൻ്റെയും, ഇസ്രായേൽ എന്ന് പേര് വഹിക്കുന്ന യാക്കോബിൻ്റെ നാമം മക്കളുടെ ആ ഗോത്രങ്ങളുടെ ഗണമനുസരിച്ച് 12 കല്ലുകളെടുത്തു. ആ 12 കല്ലുകൾ കൊണ്ടിട്ട് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനുമേലെ വിറകുകൾ അടുക്കി വെച്ചു. അതിന് ചുറ്റും ഒരു ചാല് ഉണ്ടാക്കി, വെള്ളത്തിനൊരു ചാല്, ഒരു 2 അളവ് വിത്ത് കൊള്ളുന്ന വിധത്തിലുള്ള ഒരു ചാലുണ്ടാക്കി. എന്നിട്ട് അതിന്മേലെ തൻ്റെ കാളക്കുട്ടിയെ 2 കാളക്കുട്ടി ഉണ്ടായിരുന്നതിൽ ഒരു കാളക്കുട്ടി അവരെടുത്തു. തൻ്റെ കാളക്കുട്ടിയെ ഏലിയാ പ്രവാചകൻ കഷ്ണങ്ങളാക്കി അതിൻ്റെ മുകളിൽ വെച്ചു. ഏലിയാ പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി. അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേൽ എന്ന് പേര് വഹിക്കുന്ന, ഇസ്രായേൽ എന്ന് പേര് വഹിക്കുന്ന യാക്കോബിൻ്റെ ദൈവമേ, അവിടുത്തെ ശക്തി വെളിപ്പെടുത്തണമേ.
അവിടെ നിന്നും അകന്നിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ തിരിച്ച് അവരുടെ ഹൃദയത്തെ യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിക്കണമേ. അവിടുത്തെ ശക്തി ഇവിടെ കാണിക്കണമേ, വെളിവാക്കണമേ. ഈ രാജാവിനും അവൻ്റെ ആ പ്രവാചകന്മാർക്കും കൂടാതെ ഇസ്രായേൽ ജനങ്ങൾക്ക് മുഴുവനും അത് വെളിവാകട്ടെ. പിതാവേ, ദൈവമേ, കർത്താവേ, യഥാർത്ഥ ദൈവം അങ്ങാണെന്ന് മനസ്സിലാകട്ടെ. അങ്ങയുടെ ദാസനായ ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവം പറയുന്ന കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നവനാണ് എന്ന് ഇവർ മനസ്സിലാക്കട്ടെ. അതനുസരിച്ച് ദൈവം അവിടുന്ന് അഗ്നി അയച്ചു. അതിനു മുന്നേ അഗ്നി അയക്കുന്നതിന് മുന്നേ ചെറിയൊരു മനസ്സിനൊരു വിഷമം ഏലിയായ്ക്കുണ്ടായി. ഏലിയ പറഞ്ഞു, അഗ്നി അയച്ചുകൊണ്ടിരിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം കൂടി സോൾവ് ചെയ്യണം. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ 4 കുടം വെള്ളം ആ ബലിപീഠത്തിലേക്ക് ഒഴിക്കുക. അവരതനുസരിച്ച് 4 കുടം വെള്ളം ഒഴിച്ചു. വീണ്ടും ഏലിയാ പ്രവാചകൻ പറഞ്ഞു, വീണ്ടും ഒഴിക്കുക, 4 കുടം വെള്ളം ഒഴിക്കുക. വീണ്ടും ഒഴിച്ചു. ഏലിയാ പ്രവാചകൻ പറഞ്ഞു, വീണ്ടും ഒഴിക്കുക, 4 കുടം ഒഴിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ബലിവസ്തുവും വിറകും ആ ചാലുവെല്ലാം നിറഞ്ഞു, വെള്ളത്താൽ നിറഞ്ഞു. ഏലിയാ പ്രവാചകൻ പറഞ്ഞു, അവരുടെ ആ മനസ്സ് പൂർണ്ണമായിട്ടും ഇത് കത്തൂലെന്നുള്ള, ഇത് അഗ്നിയാൽ ദഹിക്കില്ല എന്നുള്ള ഒരു തീർച്ചയിലാണ് അവർ നിൽക്കുന്നത്. പിതാവേ, അങ്ങയുടെ വചനമയച്ച് ഈ ബലിപീഠം അവിടുന്ന് ദഹിപ്പിക്കണമേ, മഴ പെയ്യിക്കണമേ. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി. ആ ബലിപീഠം കല്ലുൾപ്പെടെ ബലിവസ്തു ഉൾപ്പെടെ എല്ലാം അഗ്നി ദഹിച്ചുപോയി. ആ ചാല് വറ്റി വരണ്ടു. ഇത് കണ്ട് ഇസ്രായേൽ ജനം അവിടെ സാഷ്ടാംഗം കുമ്പിട്ടു. ദൈവമേ, ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ യഥാർത്ഥ ദൈവത്തെ തള്ളിക്കളഞ്ഞോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ. അവർ യഥാർത്ഥം മനസ്സിലാക്കി. ആഹാബ് രാജാവിന് കാര്യം മനസ്സിലായി. ഏലിയ പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെയും പ്രതിഷ്ഠ പൂജിക്കുന്ന പ്രവാചകന്മാരെയും വിടരുത്, അവരെ വധിക്കുക. താഴെ കിഷോൺ നദിയുടെ അരുവിയുടെ അടുത്തുകൊണ്ടിട്ട് ആ പ്രവാചകന്മാരെയെല്ലാം ഏലിയ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ എല്ലാവരെയും വധിച്ചു. അതിനുശേഷം ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനോട് പറഞ്ഞു, മഴ ഇരുമ്പി വരുന്നുണ്ട്, ശക്തമായിട്ട് വരുന്നുണ്ട്, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. ആഹാബ് ഏലിയ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഏലിയ പ്രവാചകൻ കാർമൽ മലയുടെ മുകളിൽ കയറി കുനിഞ്ഞിരുന്നു കൊണ്ടിട്ട് കുമ്പിട്ട് തല താഴെ നിർത്തിക്കൊണ്ടിട്ട് കർത്താവിനെ വിളിച്ചു അപേക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഭൃത്യനോട് പറഞ്ഞു, നീ കടലിലേക്ക് നോക്കുക, മലയുടെ മുകളിൽ നിന്ന് കടലിലേക്ക് നോക്കുക. ഭൃത്യൻ പറഞ്ഞു, കടലിലേക്ക് നോക്കി ഒന്നും കാണുന്നില്ല. അങ്ങനെ 7 പ്രാവശ്യം നോക്കാൻ പറഞ്ഞു. 6 പ്രാവശ്യം നോക്കിയിട്ടും ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. 7ാമത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ കടലിൽ നിന്നും ഒരു മനുഷ്യകരത്തോടു കൂടിയ ഒരു ചെറിയ കാർമേഘം വരുന്നു. അപ്പോൾ ആ വിവരം ഏലിയായോട് പറഞ്ഞു, ഒരു കാർമേഘം വരുന്നുണ്ട്. ഏലിയ പറഞ്ഞു ആഹാബ് പോകാത്തത് കൊണ്ടാണ് ഇവിടെ തടസ്സം, മഴ പെയ്യാനായിട്ടുള്ള തടസ്സം. ആഹാബിനോട് രഥം പൂട്ടി ജസ്രയേലിലേക്ക് ഉടനെ പോകാൻ പറയും. അതനുസരിച്ച് ഭൃത്യൻ അവിടെ ചെന്ന് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു. രാജാവ് രഥം പൂട്ടി ജസ്രയേലിലേക്ക് പോകാനാണ് ഒരുങ്ങി. ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവ് പോകുന്നതിന് മുന്നേ തന്നെ ഏലിയ പ്രവാചകൻ അവൻ്റെ മുമ്പേ ഓടി ജസ്രയേൽ കവാടം വരുമ്പോൾ ഓടി എന്ന് പറയണം.
ശക്തമായിട്ടുള്ള മഴ അവിടെ പെയ്തു. ഏലിയ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ശക്തമായിട്ടുള്ള മഴ പെയ്തു. ഇസ്രായേൽ ജനം സന്തോഷഭരിതരായി. ഇസ്രായേൽ ജനമെല്ലാം തിരിച്ചു വന്നു. ആ തിന്മ ചെയ്യാനുണ്ടായിട്ടുള്ള ആ ഒരു കാരണം അഹാബ്, അവൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ കണിയുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ മൂലം ജാതീയ രാജാവിൻ്റെ മകളായിരുന്നു ജസബൽ. അവൾ പിന്നെയും പീഡിപ്പിക്കുവാനായിട്ട് മറ്റു ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ട്. ദൈവം ഏലിയായിലൂടെ മഴ പെയ്യിക്കുന്നു. യഥാർത്ഥ ദൈവം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറക്കി ബലിപീഠത്തെ ദഹിപ്പിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. അബ്രഹാത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.